കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത പ്രദേശത്ത് വാഹനം പിടിച്ച് പരിക്കേറ്റ് കുറച്ച് നാളായി ഇവളിങ്ങനെ കിടപ്പായിരുന്നു. വാഹനം പിടിച്ച് പരിക്കേറ്റ് കിടന്ന ഇവളെ അടുത്തുള്ള ഒരു ചാപ്പലിൻ്റെ ഒരു വശത്ത് മഴ നനയാതെ കൊണ്ട് കിടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ അവളെ പുഴുവരിക്കാതെ ഉറുമ്പരിക്കാതെയൊക്കെ സൂക്ഷിക്കുകയും ചെയ്ത അവിടുത്തെ നല്ലവരായ നാട്ടുകാരാണ്. അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവളുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് അറിയുകയും ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും ചെയ്തു. അവളുടെ ഇരു കൈകളെ മുറിയുകയും ഒരു കൈ ഒടിഞ്ഞ് പുറത്തേക്ക് എല്ല് ഉന്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഭാഗത്തും ചെറിയ തകരാറുള്ളതായി ഡോക്ടർ പറഞ്ഞു. അവൾക്ക് അടിയന്തരമായി വേണ്ടത് ഇരു കൈകളുടെയും സർജറിയാണ്. അന്ന് വൈകിട്ട് അവളെ ഞങ്ങളെടുത്ത ആ ചാപ്പലിൻ്റെ സമീപത്ത് തന്നെ കൊണ്ട് കിടത്തി ഞങ്ങൾ മടങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ തന്നെ അവളുടെ സർജറിക്ക് ആവശ്യമായ ഫണ്ടുകളൊക്കെ ഒരുവിധം സമാഹരിച്ച് അവളെ വിട്ടുകൊണ്ട് തൊടുപുഴ എന്ന ദൂര സ്ഥലത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായി. ഇതായി കാണുന്ന പിതാവ് മകളുമാണ് അവളെ വഴിയിൽ നിന്നെടുത്ത് ചാപ്പലിൻ്റെ സമീപത്ത് കിടത്തുകയും അവൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുകയും ആ ചാപ്പലിൽ അവളുടെ മാലിന്യങ്ങളൊന്നും പെട്ടഴുക്കാകാതിരിക്കാൻ അതെല്ലാം നീക്കം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ രണ്ട് വ്യക്തികളാണ്. ആരുടെയെങ്കിലും നന്ദി വാക്കോ അഭിനന്ദനമോ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സാധുജീവിയുടെ ജീവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗ്യം. അവളെയും എടുത്ത് അവിടെ നിന്നും വളരെയധികം ദൂരെയുള്ള തൊടുപുഴ എന്ന സ്ഥലത്തേക്ക് സർജറിക്കായി ഞങ്ങൾ പോയി. വീണ്ടും വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷമാണ് അവളുടെ ശസ്ത്രക്രിയ നടത്തിയത്. ഇരു കൈകളുടെയും ശസ്ത്രക്രിയ വളരെ നീണ്ടതായിരുന്നു. ഏകദേശം 6 മണിക്കൂറോളം ഞങ്ങൾക്കവിടെ ചിലവഴിക്കേണ്ടി വന്നു. രണ്ട് കൈകൾക്കുള്ളിലും സ്റ്റീൽ റോഡുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. സർജറിയുടെ യഥാർത്ഥ ഫീസ് 20,000 ആയിരുന്നെങ്കിലും അത് പകുതിയോളമാക്കി കുറച്ച് തന്ന ഹൃദയാലുമായ ഡോക്ടർക്ക് പൂർണ്ണമായ തുക അപ്പോഴും കൊടുക്കുവാനില്ലാതെ കടം പറഞ്ഞ് ഞങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു. ഇനി വളരെയധികം ശ്രദ്ധയോടെ ഇവളെ പരിപാലിച്ചില്ലെങ്കിൽ ഈ ചെയ്തതെല്ലാം വൃഥാവിലാകുന്നത് കൊണ്ട് ഇവളെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വീടിനുള്ളിൽ തന്നെ വൃത്തിയുള്ള സ്ഥലം അവൾക്കായി ഒരുക്കി മെഡിസിനും ഭക്ഷണവുമൊക്കെ ഞങ്ങൾ കൊടുത്ത് അവളെ പരിപാലിച്ചു പോരുന്നു. തുടർന്നുള്ള ഇവളുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനും ഇനിയും സാമ്പത്തികം സമാഹരിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഒപ്പം റെസ്ക്യൂ ചെയ്ത് സംരക്ഷിച്ച് റിലീസ് ചെയ്യാനാവാതെ പരിപാലിച്ചു പോരുന്ന മറ്റു കുട്ടികളുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം.
അവരെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവളുടെ കഥ ഇനിയും തുടരുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സഹായിക്കണേ.